ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബ് എക്സാമിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബിൽ നമുക്ക് കുറെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ആൻഡ് എല്ലാ എക്സ്പെരിമെന്റ്സിന്റെ കോൺസെപ്റ്റ് ഞാൻ ക്ലിയർ ആക്കി. അതിൽ ആദ്യം വരുന്ന എക്സ്പെരിമെന്റ് ചെയ്താൽ ലിനക്സിന്റെ ബേസിക് കമാൻഡ്സ്. അപ്പൊ ലിനക്സിന്റെ ബേസിക് കമാൻഡ്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ കമാൻഡ് ഏതാ? സി ഡി എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഇവിടെ സിന്റാക്സ് കൊടുത്തിരിക്കുന്നത് സി ഡി സ്പേസ് ആ ഫോൾഡറിന്റെ. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു. സപ്പോസ് നമുക്കൊരു ഫോൾഡർ ഉള്ളത് എന്താ പറയാ, നമുക്ക് കോളേജ് എന്നൊരു ഫോൾഡർ. കോളേജസ് അതിന്റെ അകത്തുള്ള രണ്ട് ഫോൾഡേഴ്സ് ആണ് SCT CET. SCT CET. ഞാൻ കോളേജ് എന്ന ഫോൾഡറിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് ടെർമിനൽ വഴി SCT എന്ന ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ടെർമിനലിൽ എന്ത് ടൈപ്പ് ചെയ്യും? അതിനുള്ള കമാൻഡാണ് CD. അപ്പൊ ഞാൻ ടെർമിനലിൽ കയറിയിട്ട് CD SCT ഇടയ്ക്കൊരു സ്പേസ് കൊടുത്ത് CD സ്പേസ് SCT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരെ SCT എന്ന ഫോൾഡറിലേക്ക് കയറും. അപ്പൊ ഇനിഷ്യലി നമ്മൾ ഏത് ഫോൾഡറിലായിരുന്നു? കോളേജ്. നമ്മൾ കോളേജ് എന്ന ഫോൾഡറിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് CD സ്പേസ് SCT എന്ന ഫോൾഡർ SCT ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ SCT എന്ന ഫോൾഡറിലേക്ക് കയറും. ഇനി സപ്പോസ് ഞാൻ കോളേജ് ഫോൾഡറിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് എനിക്ക് CET എന്ന ഫോൾഡറിലേക്ക്. അങ്ങനെ പോകാനാണെങ്കിൽ ഞാൻ എന്ത് ടൈപ്പ് ചെയ്യും? CD സ്പേസ് CET. ഞാൻ കോളേജ് എന്ന ഫോൾഡറിൽ നിൽക്കുന്നു, അവിടെ നിന്ന് എനിക്ക് CETയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ CD സ്പേസ് CET ഉണ്ട്. സപ്പോസ് ഞാൻ SCT എന്ന ഫോൾഡറിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് എനിക്ക് CET എന്ന ഫോൾഡറിലേക്ക്. CET എന്ന ഫോൾഡർ SCT ഫോൾഡറിന്റെ അകത്തുള്ള ഫോൾഡർ അല്ല, അത് SCTന്റെ പാരന്റ് ഫോൾഡർ. SCTന്റെ തൊട്ട് മുകളിലുള്ള ഫോൾഡർ ഏതാണ്? കോളേജ്. കോളേജസ് എന്ന ഫോൾഡറിന്റെ അകത്തുള്ള വേറൊരു ഫോൾഡറാണ് CET. അപ്പൊ SCT നിന്ന് CETയിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല CD വെച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ SCT നിൽക്കുമ്പോൾ കോളേജസ് എന്ന ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യും. അതെങ്ങനെ ചെയ്യും? നമ്മൾ ഒരു ഫോൾഡറിൽ നിൽക്കുമ്പോഴത്തേക്കും തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ അതിന്റെ പാരന്റ് ഫോൾഡറിലേക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യും? അതിനുള്ള കമാൻഡാണ് CD സ്പേസ് ഡോട്ട് ഡോട്ട്. ഞാൻ ഇപ്പോ SCT എന്ന ഫോൾഡറിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് എനിക്ക് CET എന്ന ഫോൾഡറിലേക്കാണ് പോകുന്നത്. അപ്പൊ SCT എന്ന ഫോൾഡറിൽ നിൽക്കുമ്പോൾ CD സ്പേസ് ഡോട്ട് ഡോട്ട്. CD സ്പേസ് ഡോട്ട് ഡോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തി കോളേജസ് എന്ന ഫോൾഡറിലേക്ക്. ഇനി എനിക്ക് എന്ത് ടൈപ്പ് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ കണ്ട പോലെ കോളേജിൽ നിന്ന് എനിക്ക് CET എന്ന ഫോൾഡറിലേക്കാണ് ഇനി പോകേണ്ടത്. അപ്പൊ CD സ്പേസ് CET. ഇനി ഞാൻ CD സ്പേസ് CET എന്നടിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എവിടെ എത്തി? ഞാൻ CET എന്ന ഫോൾഡറിലേക്ക് എത്തി. ഇനി നേരെ തിരിച്ച് CET എന്ന ഫോൾഡറിൽ നിൽക്കുന്നു, എനിക്ക് SCT എന്ന ഫോൾഡറിലേക്ക് എത്തണം. എന്ത് ചെയ്യും? CET എന്ന ഫോൾഡറിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം എന്ത് ടൈപ്പ് ചെയ്യും? CD സ്പേസ് ഡോട്ട് ഡോട്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എവിടെ എത്തി? കോളേജ് എന്ന ഫോൾഡർ എത്തി. അവിടെ നിന്ന് എനിക്ക് ഇനി അങ്ങോട്ട് പോയാൽ മതി കോളേജ് ഫോൾഡറിന്റെ അകത്തുള്ള SCTയിലെ പോയാൽ. അപ്പോ ആദ്യം നമ്മൾ എന്തെല്ലാം ടൈപ്പ് ചെയ്യും? CD സ്പേസ് ഡോട്ട് ഡോട്ട്. അപ്പൊ കോളേജ് ഫോൾഡറിലെത്തി. അവിടെ നിന്ന് SCT ഫോൾഡറിലേക്ക് പോകാൻ വേണ്ടി CD സ്പേസ് SCT. അത്രയോ. ഇതാണ് CD എന്ന് പറയുന്ന കമാൻഡ്. ഇനി ഇതില് രണ്ടാമത്തെ കമാൻഡിലേക്ക്. രണ്ടാമത്തെ കമാൻഡ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? LS എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ, രണ്ടും ഒന്ന് തന്നെയാണ്, ഡയറക്ടറി ഓർ ഫോൾഡർ. ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോൾഡറിലുള്ള എല്ലാ ഫയൽസും സബ് ഫോൾഡേഴ്സ്. ഒരേ ഫോൾഡറിൽ എന്തൊക്കെ കാണാം? ഫയൽസ് കാണാം, വേറെ ഫോൾഡേഴ്സ് കാണാം. അതിനാണ് നമ്മൾ സബ് ഫോൾഡേഴ്സ് ഒക്കെ. ആ ഫയൽസിനെയും സബ് ഫോൾഡേഴ്സിനെയും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? LS എന്ന കമാൻഡ്. ഒരു എക്സാമ്പിൾ, സപ്പോസ് എൻ്റെ ഒരു ഫോൾഡർ CET ഇതാണ് എന്റെ ഫോൾഡർ. ഇനി ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ഫയൽസ് എടുക്കുക. CS എന്ന് പറഞ്ഞ ഫയല്, ട്രിപ്പിൾ E എന്ന് പറഞ്ഞൊരു ഫയല്, EC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ME എന്ന് പറഞ്ഞ 4 ഫയൽസ് ഉണ്ട്. കൂട്ടത്തിൽ എനിക്കൊരു ഫോൾഡറും കൂടെ. നമുക്ക് എന്ത് പേരിടാം? എന്തെങ്കിലും A എന്ന് പറഞ്ഞൊരു ഫോൾഡർ. എന്താണ്? CETയുടെ സബ് ഫോൾഡർ.
അപ്പൊ ഞാൻ ഈ സീറ്റ് എന്ന ഫോൾഡറിൽ നിൽക്കുമ്പോഴത്തേക്കും ls എന്ന കമാൻഡ് യൂസ് ചെയ്യാണ്. ഇത് സീറ്റിന്റെ അകത്തുള്ള എല്ലാ ഫയൽസും സബ് ഫോൾഡേഴ്സിനെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ സീറ്റ് എന്ന ഫോൾഡറിൽ നിന്ന് ls കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ CS ട്രിപ്പിൾ EC ME ആൻഡ് ഫൈനലി A അങ്ങനെ 5 ലിസ്റ്റ് ചെയ്യും. അതിൽ CS ട്രിപ്പിൾ EC ME എന്താണ്? ഫയൽസ് ആണ്. A എന്ന് പറയുന്നത് ഒരു ഫോൾഡർ. അപ്പൊ ഇത് 4 ഒരു കളർ, A എന്ന് പറഞ്ഞാൽ ഫോൾഡർ മാത്രം വേറൊരു കളർ വേരിയേഷനിലേക്ക് കാണിക്കണം. അപ്പൊ നമ്മൾ യൂസർ നോക്കുമ്പോഴത്തേക്കും ഓക്കെ ആദ്യത്തെ 4 ഫയൽസ് ആണ്, അവസാനം കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഒരു സബ് ഫോൾഡർ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി വേറെ കളർ വേരിയേഷനിലേക്ക് കാണിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ls എന്ന കമാൻഡ്. ജസ്റ്റ് ഒരു ഫോൾഡറിന്റെ അകത്തുള്ള എല്ലാം കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ls. ഈ സപ്പോസ് കുറച്ച് ഹിഡൻ ഫയൽസ് ഉണ്ട്. ഒരു ഫോൾഡറിന്റെ അകത്ത് ചിലപ്പോൾ ഹിഡൻ ഫയൽസ് ആണ്. ഈ ഹിഡൻ ഫയൽസ് ഒക്കെ എന്താ സേവ് ഡോട്ട് എന്തെങ്കിലും നെയിം വെച്ചായിരിക്കും സേവ് ചെയ്തിരിക്കണം. ആ ഫയൽസ് യൂഷ്വലി നമ്മൾ ls കൊടുക്കുമ്പോഴത്തേക്ക് കാണിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഫയൽസും കൂടെ കാണിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നത്? ls കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുത്ത് -a കൊടുക്കും. യൂഷ്വലി നമ്മൾ എന്താ ഉപയോഗിക്കണം? CT ഫോൾഡറിൽ നിൽക്കുമ്പോഴത്തേക്കും ls. ഇതിൽ ഹിഡൻ ഫയൽസ് കാണിക്കില്ല. ഹിഡൻ ഫയൽസും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ls ഒരു സ്പേസ് ഇട്ടിട്ട് -a ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ ഫയൽസും ഫോൾഡേഴ്സും അവിടെ ഹിഡൻ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം. ഇനി അടുത്ത കമാൻഡ് ക്ലിയർ. ക്ലിയർ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ സപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറെ കമാൻഡ്സ് ആയി. നമ്മൾ ഒരു പ്രാവശ്യം CD കൊടുത്തു, പിന്നെ CD ഡോട്ട് കൊടുത്തു, അങ്ങനെ കുറെ അവസാനം നമ്മൾ ടെർമിനൽ നോക്കുമ്പോഴത്തേക്ക് കുറെ ഉണ്ട്. നമുക്ക് ഇന്ന് ക്ലീൻ ആക്കി കിട്ടും നമ്മുടെ ടെർമിനൽ. ഒരു എന്താ പറയുക ക്ലീൻ വർക്കിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് നമ്മുടെ ടെർമിനൽ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ കമാൻഡ് അടിക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള എല്ലാ ടൈപ്പ് ചെയ്ത കമാൻഡ്സും പോകും. നമുക്ക് ജസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ഒരു കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ആ ടെർമിനൽ തുറക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ ക്ലിയർ അടിക്കുമ്പോഴത്തേക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കമാൻഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ പറഞ്ഞ എല്ലാ കമാൻഡ്സും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്തു. ഇനി സപ്പോസ് നമ്മുടെ ഫോൾഡറിന്റെ അകത്ത് കുറച്ച് ഹിഡൻ ഫയൽസ് ഉണ്ട്. നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ ഹിഡൻ ഫയൽസ് കാണാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ടെർമിനലിൽ എന്ത് ചെയ്യും? ഹിഡൻ ഫയൽസും കൂടി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? സാധാ ls എന്ന കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഹിഡൻ അല്ലാത്ത ഫയൽസ് ലൈക്ക് വിസിബിൾ ആയിട്ടുള്ള ഫയൽസ് ആൻഡ് സബ് ഫോൾഡേഴ്സ് ആയിരിക്കും കാണിക്കുക. സപ്പോസ് കുറച്ച് ഹിഡൻ ഫയൽസ് ഉണ്ടെങ്കിൽ അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ls സ്പേസ് വിട്ടിട്ട് -a. ഓക്കെ, ls സ്പേസ് -a കൊടുക്കുകയാണെങ്കിൽ ഇത് ഹിഡൻ ഫയൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ നോർമലി യൂഷ്വലി യൂസ് ചെയ്യണ ഏതാണ്? ls. ഹിഡൻ ഫയൽസ് ഉണ്ട്, അതും കൂടെ കാണിക്കണം, നമുക്ക് ടെർമിനലിൽ കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ls -a. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് ക്ലിയർ. ക്ലിയർ എന്ന കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുക? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറെ കമാൻഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു. ആദ്യം ഒരു ഫോൾഡറിലേക്ക് കയറി CD അടിച്ച് ഫോൾഡറിലേക്ക്, അത് കഴിഞ്ഞ് അടുത്ത അല്ലാത്തൊരു ഫോൾഡറിലേക്ക് നമ്മൾ തിരിച്ചു വന്നു, പിന്നെ വേറൊരു ഫോൾഡറിലേക്ക്, അങ്ങനെ കുറെ നമ്മുടെ ടെർമിനൽ ഫുൾ എന്താ പറയുക കുറെ കമാൻഡ് കിടക്കാം. അപ്പൊ നമുക്കിനി അതൊക്കെ കളഞ്ഞ് ഒരു നമ്മൾ ആദ്യമായിട്ട് ടെർമിനൽ തുറക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഇന്റർഫേസ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യും? ക്ലിയർ പറഞ്ഞ കമാൻഡ്. ക്ലിയർ പറഞ്ഞ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതുവരെ അടിച്ച് എല്ലാം പോയിട്ട് നമ്മൾ ടെർമിനലിലേക്ക് ആദ്യം കയറുമ്പോഴത്തേക്കും എങ്ങനെയാ കാണുന്നത്? നമ്മുടെ ആ ഒരു കറന്റ് വർക്കിംഗ് ഡയറക്ടറി പാത്ത് കാണും. എന്നാൽ നമുക്ക് കമാൻഡ് അടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അതാണ് തുടക്കത്തിൽ കയറുമ്പോൾ കാണും. ആ ഒരു ഇന്റർഫേസിൽ നമുക്ക് നിൽക്കും. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്ലിയർ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത കമാൻഡ് ഇവിടെ എന്താ പറയുന്നത്? PWD. PWDന്റെ ഫുൾ ഫോം എന്താണ്? പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മൾ സപ്പോസ് ഒരു ഡയറക്ടറിയിൽ നിൽക്കുമ്പോഴത്തേക്കും അത് അല്ലെങ്കിൽ ഒരു ഫോൾഡറിൽ നിൽക്കുമ്പോഴത്തേക്ക് അത് വേറൊരു ഫോൾഡറിന്റെ അകത്തൊരു ഫോൾഡർ ആവാം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ഒരു ഫോൾഡറിലുള്ള പാത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PWD. സപ്പോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ CT എന്ന എക്സാമ്പിൾ എടുത്തോ. ഈ CT എന്ന് പറഞ്ഞ ഫോൾഡർ ഏത് ഫോൾഡറിന്റെ അകത്തായിരുന്നു? കോളേജ് എന്ന ഫോൾഡർ. സപ്പോസ് ഈ കോളേജ് എന്ന ഫോൾഡർ നമ്മുടെ റൂട്ട് ഫോൾഡർ, അത് യൂഷ്വലി ഹോം എന്നൊരു ഫോൾഡർ ആയിരിക്കും. ആ ഒരു ഫോൾഡറിന്റെ അകത്താണ് ഈ കോളേജ് എന്ന ഫോൾഡർ ഉള്ളെങ്കിൽ നമ്മൾ CT എന്ന ഫോൾഡറിന്റെ അകത്ത് നിന്നിട്ട് PWD അടിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും?
ഹോം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, കോളേജ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് വന്നു, അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നു CET എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ CET എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നിന്നിട്ട് PWD അടിക്കുകയാണെങ്കിൽ ആ ഒരു റൂട്ട് ഫോൾഡറിൽ നിന്ന് നമുക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഫോൾഡർ വരെ എങ്ങനെ എത്തി, അല്ലെങ്കിൽ അതിന്റെ പാത്ത് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വേറെ എക്സാമ്പിൾ ആയിട്ട് ആ CET ഫോൾഡറിന്റെ അകത്ത് തന്നെ നേരത്തെ ഒരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കി, ഏതായിരുന്നു? സബ് ഫോൾഡർ A. ഇനി സപ്പോസ് ഞാൻ ഈ A എന്ന ഫോൾഡറിലേക്ക് കയറി, എന്നിട്ട് ആ ഫോൾഡറിന്റെ അകത്ത് നിന്നിട്ട് PWD എന്ന കമാൻഡ് അടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ പാത്ത് വരുന്നത്? home/college/ പിന്നെ ഇങ്ങോട്ടാ പോയി CET, പിന്നെ അവസാനം എവിടെ എത്തി? A. അത് പ്രിന്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത് ഒരു ഫോൾഡറിനകത്ത് നിന്നിട്ട് ഇത് ഏത് ഫോൾഡറിന്റെ അകത്തായിരുന്നു എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PWD എന്ന ഫോൾഡർ, PWD എന്ന കമാൻഡ് യൂസ് ചെയ്തത്. ഇനി പറയുന്ന കമാൻഡ് CAL. ഇത് യൂഷ്വലി കറണ്ട് മന്തിന്റെ കലണ്ടർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ്. അത് അത്രയ്ക്ക് യൂസ് ചെയ്യാറില്ല, കോമൺ കമാൻഡ്സിൽ വരുന്ന ഒരു കമാൻഡ് അല്ല ഈ CAL. പിന്നെ ഉള്ള ഒരു കമാൻഡ് CAL തന്നെ CAL ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു CAL സ്പേസ് -y. ഇവിടെ എഴുതും CAL സ്പേസ് -y എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫുൾ കലണ്ടർ, ആ ഒരു ഇയറിന്റെ ഫുൾ കലണ്ടർ നമുക്ക് കിട്ടും. അത്ര. ഇനി അടുത്ത ഇവിടെ പറയുന്ന കമാൻഡ് ഏതാ? ഡേറ്റ് കമാൻഡ് സിമ്പിൾ ആണ്. ജസ്റ്റ് ഇപ്പോ നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കുന്ന ടൈമും ഡേറ്റും കാണിക്കും, അത്രേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഇനി പറയുന്ന കമാൻഡ് ഏതാ? ഇവിടെ MKDIR. MKDIRന്റെ ഫുൾ ഫോം എന്താ? മേക്ക് ഡയറക്ടറി. അപ്പൊ നമ്മളൊരു ഫോൾഡറിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ടെർമിനൽ വഴി ഒരു പുതിയ ഫോൾഡർ ഉണ്ടാകും. അതിനു വേണ്ടിയാണ് ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്? MKDIR. ഇവിടെ എക്സാമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എക്സാമ്പിൾ, കോളേജിന്റെ അകത്ത് എന്ത് ഫോൾഡർ ഉണ്ട്? SCT ഉണ്ട്, CET ഉണ്ട്, അങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് ആ ഒരു എക്സാമ്പിൾ തന്നെ സപ്പോസ് എനിക്ക് കോളേജ് എന്ന് പറഞ്ഞ ഫോൾഡർ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ ഫോൾഡർ ഉണ്ടാകും, TK ഒരു ഫോൾഡർ. അതിനുവേണ്ടി എങ്ങനെ ഞാൻ ചെയ്യും? MKDIR സ്പേസ് TK ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ എന്ത് ക്രിയേറ്റ് ആവും? കോളേജ് എന്ന ഫോൾഡറിന്റെ അകത്ത് മൂന്നാമത്തെ ഒരു ഫോൾഡർ TK എന്നൊരു സബ് ഫോൾഡർ ക്രിയേറ്റ് ആവും. ഇപ്പൊ കറന്റ് അതിലിപ്പോ എത്ര ഫോൾഡേഴ്സ് ഉണ്ട്? സബ് ഫോൾഡേഴ്സ് ഉണ്ട്. കോളേജ് എന്ന ഫോൾഡറിന്റെ അകത്ത് CET ഉണ്ട്, SCT ഉണ്ട്, TK ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫോൾഡറിന്റെ അകത്ത് സബ് ഫോൾഡേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ഇത് MKDIR. ഓക്കെ. ഇനി സപ്പോസ് ഞാൻ MKDIR വെച്ച് ഒരു ഫോൾഡർ ഉണ്ടാക്കി, എനിക്ക് തോന്നുകയാണ് ഓക്കെ എനിക്ക് ഫോൾഡർ വേണ്ട, ഇതിപ്പോ തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ട, എനിക്കിത് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ടെർമിനൽ വഴി ഒരു ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് ഏത്? RMDIR. അതിന്റെ ഫുൾ ഫോം പറയുന്നത് റിമൂവ് ഡയറക്ടറി. ഞാൻ ഈ സെയിം കോളേജ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നിൽക്കുന്നു, എനിക്ക് TK എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തില്ല, അതിന് എനിക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ആകെ വരുത്തേണ്ട വ്യത്യാസം എന്തുവാണ്? MKDIR TK എന്ന് വരും, അവിടെ എന്ത് വരും? RMDIR. എന്നിട്ട് സ്പേസ് വിട്ടിട്ട് എന്ത് കൊടുക്കണം? നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആ ഫോൾഡർ ഉണ്ടാക്കി. എന്താണ് ഇവിടെ ഡിലീറ്റ് ചെയ്യേണ്ടത്? TK. RMDIR TK. ഓക്കെ. RMDIR TK പഠിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് TK എന്ന ഫോൾഡർ ഡിലീറ്റ് ആവും. അപ്പൊ ഇപ്പൊ കോളേജ് എന്ന ഫോൾഡറിനകത്ത് എന്തേ ഉള്ളൂ? CET ആൻഡ് SCT, ഈ രണ്ട് ഫോൾഡേഴ്സ് മാത്രമേ. ഇനി സപ്പോസ് ഞാൻ TK ഓൾറെഡി ഡിലീറ്റ് ചെയ്തു അല്ലെ, ഞാൻ ഒന്നുകൂടി TK എന്ന ഫോൾഡറിന്റെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? അങ്ങനത്തെ ഒരു ഫോൾഡർ ഇപ്പോൾ കോളേജ് എന്ന ഫോൾഡറിനകത്ത് എക്സിസ്റ്റിംഗ് ആണ്? അല്ല. അപ്പൊ എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു ഫോൾഡർ നമ്മൾ RMDIR വഴി ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്തെറർ കാണിക്കും? cannot remove directory name. ഇവിടെ എന്താ ഡയറക്ടറി നെയിം നമ്മൾ കൊടുത്തത്? TK. അപ്പൊ cannot remove TK, no such file or directory. ഇത് ഈ ഒരു സിറ്റുവേഷൻ. സപ്പോസ് TK അല്ല, ഞാൻ RMDIR ഹലോ എന്നൊരു കമാൻഡ് കൊടുത്തു. ഹലോ എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾ എപ്പോഴെങ്കിലും ക്രിയേറ്റ് ചെയ്തോ? അങ്ങനെ ഒരു ഫോൾഡർ കോളേജ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അകത്തുണ്ടോ? ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിലും എന്ത് എറർ തന്നെ കാണിക്കും? cannot remove hello, no such file or directory. ക്ലിയർ? ഓക്കെ. ഇനി വരുന്ന കമാൻഡ് ഏതാ? ടച്ച്. ടച്ച് എന്ന കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്?
ഒരു ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ ഫോൾഡറിൻ്റെ അകത്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്? ടച്ച്. ഇവിടെ തന്നിരിക്കണം സിൻടാക്സ് നോക്കാം. എന്താ പറയുന്നത്? ടച്ച് സ്പേസ് എന്താണോ ഫയലിന് നമുക്ക് നെയിം കൊടുക്കേണ്ടത് ആ ഫയൽ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ CET ഞാൻ ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുക. ആ ഫോൾഡറിൻ്റെ അകത്ത് ഇപ്പൊ ഒന്നുമില്ല, CSO ട്രിപ്പിളിയോ അങ്ങനെ ഒന്നുമില്ല. എനിക്കിനി CS എന്ന ഫയൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് കമാൻഡ് യൂസ് ചെയ്യും? CET എന്ന ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ടച്ച് സ്പേസ് കൊടുത്ത് CS. ടച്ച് സ്പേസ് CS കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ക്രിയേറ്റ് ആണ്? CS എന്നൊരു ഫയല് CET എന്നൊരു ഫോൾഡറിൻ്റെ അകത്ത് ക്രിയേറ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ വേറെ ഫോൾഡർ എടുത്തോ. ഏതാ? TK എന്നൊരു ഫോൾഡർ അല്ലെങ്കിൽ SCT എന്ന ഫോൾഡർ ഏതെങ്കിലും ആ ഒരു ഫോൾഡറിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പിൾ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കമാൻഡ് യൂസ് ചെയ്യും? ടച്ച് സ്പേസ് കൊടുത്തിട്ട് ആ ഫയൽ എന്താ ചെയ്യേണ്ടത്? ടച്ച് സ്പേസ് കൊടുത്തിട്ട് ആ ഫയൽ ഇവിടെ നമുക്ക് വേണ്ട ട്രിപ്പിൾ. അപ്പോൾ ടച്ച് സ്പേസ് ട്രിപ്പിൾ എന്ന കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് എന്ത് ക്രിയേറ്റ് ആണ്? ഒരു പുതിയ ഫയൽ ക്രിയേറ്റ്. ആ ഫയലിന്റെ നെയിം എന്തായിരിക്കും? ട്രിപ്പിൾ. ഓക്കെ. നമ്മൾ ഇത് ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അങ്ങനെ എത്ര ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ടച്ച് ഉപയോഗിച്ച് തന്നെ പിന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് ഞാൻ അങ്ങനെ 4 ഫയൽ ഉണ്ടാക്കി. CS ഉണ്ടാക്കി, CET എന്ന ഫോൾഡർ ഉണ്ടാക്കി, ഞാൻ CS എന്ന ഫയൽ ഉണ്ടാക്കി, ട്രിപ്പിൾ എന്ന ഫയൽ ഉണ്ടാക്കി, EC ഫയൽ ഉണ്ടാക്കി, ME ഫയൽ ഉണ്ടാക്കി. എനിക്കിനി ഇതിൽ നിന്ന് ട്രിപ്പിളിയും EC എന്ന ഫയൽസും ടെർമിനൽ വഴി കളയാം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാ? RM എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ഫോൾഡറിനകത്ത് ഫയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സപ്പോസ് ടച്ച് കഴിഞ്ഞു, ഇനി RM. അപ്പൊ അതിന്റെ സിന്റാക്സ് ഇവിടെ എന്താ പറയുന്നത്? RM സ്പേസ് ഏത് ഫയലാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഫയൽ. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ ഡിലീറ്റ് ചെയ്യേണ്ടത്? EC ട്രിപ്പിൾ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ഡിലീറ്റ് ചെയ്യാം? ഏത് ഫയൽ റിമൂവ് ചെയ്യാം? EC എന്ന ഫയൽ റിമൂവ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ CET എന്ന ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ CETന്റെ ഫോൾഡറിൻ്റെ അകത്താണ് ഈ ഫയൽസ് ഒക്കെ ഉള്ളത്. അപ്പൊ ആ ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് EC റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ഉപയോഗിക്കും? RM സ്പേസ് ഇട്ടിട്ട് എന്താണ് ആ ഫയൽ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഫയലിന്റെ നെയിം. ഇവിടെ ഏതായാലും ട്രിപ്പിൾ. അപ്പൊ RM സ്പേസ് ട്രിപ്പിൾ അടിച്ചിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ എന്ത് റിമൂവ് ആവും? ആ ഫയൽ അല്ലെ ഈ ട്രിപ്പിൾ എന്ന് പറഞ്ഞ ഫയൽ റിമൂവ് ആവും. എനിക്ക് എന്തും കൊണ്ട് ഡിലീറ്റ് ചെയ്യണം? EC. അപ്പൊ ഞാൻ പിന്നെ എന്ത് കൊടുക്കും? RM സ്പേസ് EC. ക്ലിയർ? അപ്പൊ RM ഉപയോഗിക്കുന്നത് ഒരു ഫയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RM സ്പേസ് ആ ഫയലിന്റെ നെയിം കൊടുക്കുകയാണെങ്കിൽ ആ ഫയൽ റിമൂവ്. അടുത്ത കമാൻഡ് ഇവിടെ എന്താ പറയുന്നത്? MV എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫയലിനെ റീനെയിം ചെയ്യാൻ. അപ്പൊ ഇവിടെ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് CS എന്ന ഫോൾഡറിന്റെ അകത്ത് CET എന്ന ഫോൾഡറിന്റെ അകത്ത് CS ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്, EC ഉണ്ട്, ME ഉണ്ട്. നേരത്തെ ഡിലീറ്റ് ചെയ്തത് പോട്ടെ, ഞാൻ അതിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ CS ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്, EC ഉണ്ട്, ME ഉണ്ട്. എനിക്കിനി CS പേര് മാറ്റി CSE എന്നാക്കാം. അപ്പൊ ടെർമിനൽ വഴി എങ്ങനെ ചെയ്യും? CET എന്ന ഫോൾഡറിന്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ എന്ത് ടൈപ്പ് ചെയ്യും? MV. ഇപ്പൊ ആ കറന്റ് ഫയലിന്റെ നെയിം എന്തുവാ? എനിക്ക് റീനെയിം ചെയ്യാനുള്ള CS. അപ്പൊ MV സ്പേസ് ഇപ്പോൾ CS. ഇനി എന്തിലേക്ക് എനിക്ക് മാറ്റേണ്ടത്? റീനെയിം ചെയ്ത് എന്താവണം? CSE എന്നാണ്. അപ്പൊ ഒരു സ്പേസും കൂടെ കൊടുത്തിട്ട് ഞാൻ എന്ത് കൊടുക്കും? CSE എന്ന് കൊടുക്കും. MV സ്പേസ് CS. ഇപ്പൊ കറന്റ് നെയിം സ്പേസ് CSE എന്ന് കൊടുക്കുകയാണെങ്കിൽ CS എന്ന ഫയലിന്റെ നെയിം റീനെയിം ആയി CSE എന്നാണ്. ഓക്കെ. സപ്പോസ് വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഹായ് എന്നൊരു ഫയൽ ഉണ്ട്. CET ഫോൾഡറിന്റെ അകത്ത് തന്നെ ഹായ് എന്നൊരു ഫയൽ. അപ്പൊ അതിന് എനിക്ക് റീനെയിം ചെയ്ത് ഹലോ എന്നാക്കണമെങ്കിൽ ഇതേപോലെ തന്നെ MV ഇപ്പോൾ നെയിം എന്താ? അത് റീനെയിം ചെയ്ത് എന്താണ്? ഹലോ. സ്പേസ് കൊടുത്തിട്ട് എന്ത് കൊടുക്കും? ഹലോ കൊടുക്കുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറഞ്ഞ ഫയലിന് എന്താകും? ഹലോ എന്നായിട്ട് റീനെയിം. ഓക്കെ. ഇനി പറയുന്ന കമാൻഡ് ഏതാ? CP എന്ന കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫോൾഡറിന്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും വേറെ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് CP എന്ന കമാൻഡ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ കോളേജ് ഫോൾഡറിന്റെ അകത്ത് നിൽക്കും. ആ കോളേജ് ഫോൾഡറിന്റെ അകത്ത് എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട്?
CT എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, SCT എന്ന് പറഞ്ഞ ഫോൾഡർ. ഇനി CT ഫോൾഡറിന്റെ അകത്ത് കുറെ ഉണ്ട്, CS ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്, EC ഉണ്ട്, ME ഉണ്ട്, അങ്ങനെ കുറച്ച് ഫയൽസും ഉണ്ട്. അതിൽ സബ് ഫോൾഡർ ഇവിടെ വരച്ചു എല്ലാം കൂടി. ആദ്യം നമുക്ക് കോളേജ് എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ, അതിൻ്റെ അകത്ത് ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട്? CT ഉണ്ട്, SCT ഉണ്ട്. CT എന്ന് പറഞ്ഞ ഫോൾഡറും SCT എന്ന് പറഞ്ഞ. ഇനി CT ഫോൾഡറിനകത്ത് എന്തൊക്കെയുണ്ട്? CS എന്ന് പറഞ്ഞ ഫയലുണ്ട്, ട്രിപ്പിൾ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, EC എന്ന് പറഞ്ഞ ഫയലുണ്ട്, കൂട്ടത്തിൽ ഒരു ഹായ് എന്ന് പറഞ്ഞൊരു ഫോൾഡറും. SCT ഫോൾഡറിൻ്റെ അകത്ത് ഒന്നുമില്ല, empty ആണ്, ഒന്നുമില്ല. എനിക്കിനി CT ഫോൾഡറിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും SCT എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതിനാണ് ഞാൻ ഇവിടെ CT എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ കോളേജ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കണം. അതിൻ്റെ അകത്താണ് ഇതൊക്കെ ഫോൾഡേഴ്സ് ഉള്ളത്, CT ഉള്ളത്, SCT ഉള്ളത്. അപ്പൊ കോളേജ് ഫോൾഡറിന്റെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് CT എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും SCTയിലേക്ക് മൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എങ്ങനെ കൊടുക്കും? ഇപ്പോ CP കോപ്പി ചെയ്യാനുള്ള CP സ്പേസ് എവിടെ നിന്നാണ് ഈ ഫയൽസ് ഒക്കെ കോപ്പി ചെയ്യേണ്ടത്? അപ്പൊ എനിക്കിവിടെ എവിടെ നിന്നുള്ള ഫയൽസ് ആണ് കോപ്പി ചെയ്യേണ്ടത്? CT. അപ്പൊ CP സ്പേസ് CT. എന്നിട്ട് എങ്ങോട്ടാ ഈ ഫയൽസ് എല്ലാം മൂവ് ചെയ്യേണ്ടത്? CT എന്നുള്ള ഫയൽസ് എല്ലാം എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? SCT എന്ന ഫോൾഡറിൽ. അപ്പൊ CP സ്പേസ് CT സ്പേസ് അവസാനം എന്തും കൂടെ കൊടുക്കും? SCT. അപ്പൊ ആദ്യം CP കമാൻഡ്, പിന്നെ സോഴ്സ് എവിടെ നിന്നാണ് മൂവ് ചെയ്യേണ്ടത്, ഫൈനലി എന്തും കൂടെ കൊടുക്കും? ഡെസ്റ്റിനേഷൻ എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് എന്താവും? CT എന്ന് പറഞ്ഞ ഫോൾഡറിലെ എല്ലാ ഫയൽസ് അല്ലെങ്കിൽ എല്ലാ കണ്ടന്റ് ഫയൽസ് ഫോൾഡേഴ്സ് എല്ലാം SCT എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാം. അപ്പൊ ഇനി SCT എന്ന ഫോൾഡർ തുറന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്? SCT എന്ന ഫോൾഡറിന്റെ അകത്ത് എന്തൊക്കെ തന്നെയുണ്ട്? CS ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്, EC ഉണ്ട്, ആൻഡ് ഫൈനലി എന്നൊരു ഫോൾഡർ എല്ലാം കോപ്പി ആയിട്ടുണ്ട്. ക്ലിയർ? ഇനി പറയുന്ന കമാൻഡ് ഏത്? ഇവിടെ MA. ഈ കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ലിനക്സ് കമാൻഡിന്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു കമാൻഡിന്റെ മാനുവൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെൽപ്പ് പോലെ ഉള്ള ഒരു കമാൻഡാണ് ഇത് MA. ഞാൻ MA സ്പേസ് വേറെ ഏതെങ്കിലും ഒരു കമാൻഡ്, സപ്പോസ് MKDIR അതോ RMDIR അതോ CP MB അങ്ങനെ എന്ത് കൊടുത്താലും ആ ടെർമിനൽ എനിക്ക് എന്ത് തിരിച്ചുതരും? ആ ഒരു പെർട്ടിക്കുലർ കമാൻഡ് MA കഴിഞ്ഞ് കൊടുത്ത ആ ഒരു പെർട്ടിക്കുലർ കമാൻഡിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഫുൾ മാനുവൽ, എങ്ങനെയാണ് കമാൻഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഹെൽപ്പ് പോലത്തെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ സിന്റാക്സ് എന്താ ഇവിടെ പറയുന്നത്? MA സ്പേസ് കൊടുത്തിട്ട് ആ ഒരു കമാൻഡ്. സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം MV. അപ്പൊ MA സ്പേസ് MV നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും? MV എന്ന് പറഞ്ഞ കമാൻഡിന്റെ ഒരു മാനുവൽ വരെ കിട്ടും. എങ്ങനെയാണ് കമാൻഡ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ സിന്റാക്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞുള്ള കമാൻഡ് ഏതാ പറയുന്നത്? whoam. ഈ കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? കറന്റ്ലി ആ ടെർമിനലിൽ കറന്റ്ലി ലോഗിൻ ആയിട്ടുള്ള യൂസർ ആരാണ്, ഏതാണ് എന്ന് കാണിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കമാൻഡ് ഏത്? whoam. സപ്പോസ് ഒരു സിസ്റ്റത്തിന്റെ അകത്ത് കുറെ യൂസേഴ്സ് ആണ്, ഒരു പർട്ടിക്കുലർ യൂസർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് whoam I എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള യൂസർ ഏതാണ് എന്ന് കാണിച്ചു. അത്രേ ഉള്ളൂ, അതിന്റെ കോംപ്ലിക്കേഷൻസ് ഇല്ല. whoam I സ്പേസ് whoam I എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ കറന്റ് ലോഗിൻ ആയിട്ടുള്ള യൂസർ ഏതാണ്, ആരാണ് എന്ന് കാണിച്ചു. ഓക്കെ, ഫൈനലി അവസാനത്തെ കമാൻഡ് ഏത് ഇവിടെ പറയുന്നത്? ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത എല്ലാ കമാൻഡ്സും, ഞാൻ നേരത്തെ ആദ്യം CD ഉപയോഗിച്ചു, LS ഉപയോഗിച്ചു, MKDIR ഉപയോഗിച്ചു, RMDIR ഉപയോഗിച്ചു, വേറെ എന്ത് ഉപയോഗിച്ചു, CP ഉപയോഗിച്ചു, MV ഉപയോഗിച്ചു, അങ്ങനെ കുറെ കമാൻഡ്സ് യൂസ് ചെയ്തു. അപ്പൊ ഇതുവരെ ഉപയോഗിച്ച എല്ലാ കമാൻഡ്സും നമ്മൾ ടെർമിനലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്ത എല്ലാ കമാൻഡ്സും CD കുറെ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എല്ലാം കൂടി ഇതുവരെ എന്തൊക്കെ യൂസ് ചെയ്തു, എപ്പോഴൊക്കെ യൂസ് ചെയ്തെന്നുള്ള എല്ലാം ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹിസ്റ്ററി എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സ്വന്തം സിസ്റ്റത്തിൽ ഹിസ്റ്ററി കുറെ കഴിഞ്ഞിട്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഹിസ്റ്ററി എന്ന കമാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിനുപയോഗിച്ച എല്ലാ കമാൻഡ്സും ലിസ്റ്റ് ചെയ്താണ്. ക്ലിയർ?